ഹലോ മൈ ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പഴംപൊരിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പം നമ്മുടെ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ബാറ്റർ തയ്യാറാക്കണമല്ലോ. സോ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമ്മുടെ ബാറ്ററിന് ആവശ്യത്തിന് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. മൈദ മാവ് ഇട്ടു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നല്ല മഞ്ഞ കളർ നമുക്ക് വേണമല്ലോ. പിന്നെ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത്. ഇത്ര സാധനമാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ വിസ്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് മിക്സ് ചെയ്യുക. കാരണം എന്താ പറയുന്നത്, പ്രത്യേകിച്ച് ലംസ് ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല ഫൈനായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പഞ്ചസാര ആഡ് ചെയ്യുന്നതിന് ഒരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഏത്തക്ക ചിലത് നന്നായിട്ട് നല്ല മധുരമുള്ളവരെ നല്ല രീതിയിൽ പഴുത്തതാണെങ്കിൽ ഒരുപാട് പഞ്ചസാര നമുക്ക് വേണ്ട, കാരണം നല്ല മധുരം കാണും. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഏത്തക്ക എന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് പഴുത്തതല്ലായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ അത്രയും പഞ്ചസാര ആഡ് ചെയ്തത്. കാരണം ഇല്ലെങ്കിൽ നമുക്ക് തീരെ മധുരമേ കാണില്ല. സോ അതുകൊണ്ടാണ് നമുക്ക് ആ മധുരം അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ അപ്പം നമ്മുടെ ബാറ്റർ തയ്യാറായ വെള്ളമൊക്കെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ലൂസ് ആവാനോ ഒരുപാട് ടൈറ്റ് ആവാനോ പാടില്ല. സോ അപ്പോൾ നമ്മൾ ഏത്തക്കയും എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാമല്ലോ. ഫുൾ നീളത്തിലിടാം, ഇതേപോലെ കട്ട് ചെയ്തിട്ടിടാം, റൗണ്ടിലിടാം, ഒക്കെ ഇടാം. അപ്പം അത് കഴിഞ്ഞ് ഞാനിവിടെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ഏത്തക്ക നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്ററിലേക്ക് മുക്കി ഓരോന്നോരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ എന്താണെന്നുണ്ടെങ്കിലും ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ അതൊരു ലോ ഫ്ലെയിമോ മീഡിയം ഫ്ലെയിമോ ആക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇതേപോലെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന എന്താണോ, നമ്മൾ ഏതെങ്കിലും ബജ്ജി ഉണ്ടാക്കുകയാണെങ്കിലോ അതേപോലെ വല്ല ഉഴുന്നോടെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിലോ എന്തുണ്ടാക്കാനാണെങ്കിലും നമ്മൾ ഇടുന്ന ആ സാധനം പെട്ടെന്ന് എണ്ണ അങ്ങ് കുടിക്കും. എണ്ണ വലിച്ചെടുക്കാനായിട്ട് ഭയങ്കര ഓയിലി ആയിരിക്കും ആ ഫുഡ് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ. സോ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. അതിന് ശേഷം അതൊരു ലോ ഫ്ലെയിമിലോട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രം മതി. സോ തിരിച്ചും മറിച്ചും ഇട്ട് നമ്മളുടെ എന്താ പറയുക, നമ്മൾ ഏത്തയ്ക്കാപ്പം അഥവാ പഴംപൊരി നമ്മളിവിടെ റെഡിയാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. പിന്നെ അഥവാ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. വളരെ ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ഏത്തയ്ക്കാപ്പം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.